പരിപാടി സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല ധാരണയാണ്. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മണ്ഡലത്തിലെ മലയോര പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധിയുണ്ടായ ദുരന്തം അതിതീവ്രമായി പഞ്ചായത്ത് ഭരണസമിതി MLA ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനം പൂർണ്ണ പരാജയമാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇടപെട്ട യുവജന സംഘടന എന്ന രീതിയിൽ DYFI ഇന്ന് ഈ താലൂക്ക് ഓഫീസിലേക്ക് വളരെ പെട്ടെന്നൊരു മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർ അവിടെ കലക്ടറുമായി തന്നെ നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയുമായിട്ടുള്ള TI മധുസൂദനൻ ഇങ്ങനെയൊരു പ്രതിഷേധമുണ്ട് എന്നറിഞ്ഞിട്ടാണ് ഞാനും സത്യവാനും ഈ സന്തോഷം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം DYFI സംബന്ധിച്ച് വളരെ വൈകാരികമായിട്ടുള്ള ഒരു വിഷയമാണ് കുളിങ്ങോ മേഖലയിലെ ഉണ്ടായിട്ടുള്ള ദുരന്തം. അതിൽ DYFIയുടെ ഇടപെടലെന്ന് പറയുന്നത് ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും മാതൃകാപരമായ ഉത്തരവാദിത്തമാണ്. കഠിനമായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുത്തിട്ടാണ് നിങ്ങളെല്ലാം പ്രവർത്തിച്ച് വന്നിട്ടുള്ളത് എന്നുള്ളത് കൂടി കണ്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം എത്രമാത്രം മനുഷ്യത്വപരമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം പെരിങ്ങോം മേഖലയിലെ ബ്ലോക്ക് DYFIയുടെ 2 ബ്ലോക്ക് കമ്മിറ്റികളാണ് പെരിങ്ങോം പറയുന്നത്. പെരിങ്ങോം ബ്ലോക്ക് പരിധിയിലെ യൂത്ത് ബ്രിഗേഡിന്റെ പ്രവർത്തകർക്ക് മാത്രം പൂർത്തീകരിക്കാൻ പറ്റാത്ത അത്രയും വലിയ നാശനഷ്ടങ്ങളും ഒരു വീട്ടിലും കയറി താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയും ഉണ്ടായപ്പോഴാണ് വൈദ്യുതിയിൽ നിന്ന് ഉൾപ്പെടെയുള്ള യൂത്ത് ബ്രിഗേഡിന്റെ പ്രവർത്തകന്മാർ പെരിങ്ങോം മേഖലയിൽ പോയി ഈ ശുചീകരണവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ട ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ, വസ്ത്രം, അതുപോലെ ഭക്ഷണ വസ്തുക്കൾ, കുട്ടികൾക്ക് വേണ്ട പുസ്തകം, അതുപോലെ എല്ലാ കാര്യങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടി DYFI നടത്തിയിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് ഇത്രയും മാതൃകാപരമാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കപ്പെട്ടൊരു കാര്യമാണ്. ആ ഒരു വലിയ കഠിനാധ്വാനത്തിന്റെ എല്ലാ ഇതിന്റെയും ഇടയിലാണ് എത്രമാത്രം വലിയ അവഗണനയാണ് ഈ മേഖലയിൽ സംഭവിക്കുന്നത് എന്നുള്ളത് DYFI പ്രവർത്തകരുടെയും ഞങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിൽ വരുന്നത്. ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും അവിടെയൊക്കെ ആ ദുരന്ത മേഖലയിലൊക്കെ പോയിട്ടുള്ളവരാണ്, വിഷമങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പയ്യന്നൂരിൽ തന്നെ ആഹ്വാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാടിന് ഇത്രയും ക്ഷീണം ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുഭവം ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ കുറച്ചു കാലമായി ഇവിടെ കയാക്കിങ്ങും അതുപോലെ മറ്റുള്ള റാഫ്റ്റിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്നവരാണ്. വളരെ സാഹസികനാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഏറ്റവും താല്പര്യമുള്ള ഒരാളാണ് രാജേഷ് എന്ന് പറയുന്നത്. തിരുവനന്തപുരക്കാരനായിട്ടുള്ള കായിക പ്രതിഭ എന്ന് പറയുന്ന ഒരുത്തമാണ് അദ്ദേഹം അവിടെ ചെന്നു. ചിലരെ ഒരു തുരുത്തിൽപ്പെട്ട് അവരുടെ ജീവൻ അപകടമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ നേരെ പോയി അവർക്ക് ലൈഫ് ജാക്കറ്റ് തന്നെ അഴിച്ചു കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് ഒഴുക്കിൽപ്പെട്ട് രാജേഷ് പോകുന്നത്. 3 ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് ഇടവരമ്പനെ സമീപിച്ചുകൊണ്ട് രാജേഷിന്റെ ചേതനേറ്റിട്ടുള്ള ശരീരം കിട്ടുന്നത്. അത് പിന്നീട് പെരിയാർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. അവരുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ആ 2-3 ദിവസം എന്ന് പറയുന്നത് വലിയ വിഷമമായിരുന്നു. ഞങ്ങളൊക്കെ അവർ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ഏത് നിലയിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള നിലയിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതാണ്. പോസ്റ്റ്മോർട്ടം നടത്തി. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു കാര്യം വന്നാൽ 2-3 ദിവസം വെള്ളമൊക്കെ കൂടി പോകും. അത് അതിന് വിഷമമുണ്ടാകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും ഒരു ഫീസറുള്ള ആംബുലൻസിലല്ലാതെ അത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഒരാളും ചോദിക്കാനും പറയാനില്ല എന്നുള്ള കണ്ടില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയിയെ പോലുള്ളവരൊക്കെ അന്ന് പറഞ്ഞിരുന്നു ഇത് ഫീസർ കൂടി വേണ്ടേ, അല്ലാതെ ഈ കൂടി എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ തഹസിൽദാര് അതുപോലെ തന്നെ MLA അതുപോലെയുള്ള ആളുകളൊക്കെ ഒരു മടിയില്ലാതെ ഇതൊക്കെ ഇങ്ങനെ പോകുന്നു. പിന്നെ വേറെ ബംഗാളിലേക്ക് കയറ്റില്ല. അതുപോലെ തന്നെ ഇതവിടേക്ക് പോകും, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് തന്നെ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. ചാവക്കാട് തൃശ്ശൂർ എത്തിയപ്പോഴാണ് ദുർഗന്ധം കൊണ്ട് വണ്ടിയെടുക്കാൻ പറ്റാത്ത നിലയിലുള്ള അവസ്ഥയിലേക്ക് വരികയും അവിടെ നിന്ന് ഫീസറുള്ള ആംബുലൻസിലേക്ക് കൂടി കയറ്റി തിരുവനന്തപുരത്തേക്ക് എത്തുകയും രാജേഷിന്റെ മക്കള് കരയുന്നതിന്റെ കാഴ്ച നമ്മളെല്ലാവരും വളരെ സങ്കടത്തോടെ വേദനയോടുകൂടി കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. തങ്ങളുടെ അച്ഛന്റെ മുഖം പോലും കാണാൻ പറ്റുന്നില്ലല്ലോ. അതാണ് അവരുടെ ഏറ്റവും വലിയ സങ്കടം. അച്ഛൻ പോയി, എന്നാൽ ആ മുഖമെങ്കിലും
ഒന്ന് കാണാൻ പറ്റണ്ടേ എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ ഒരു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആവശ്യം. അത് കാണിച്ചു കൊടുക്കാൻ ഈ ഗവൺമെന്റിന് ഈ സംവിധാനത്തിന് കഴിയാത്ത നിലയിൽ ആ ശരീരം നാമാവശേഷമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് വേദനയുള്ളൊരു കാര്യം. ഒരു ഉത്തരവാദിത്ത ബോധവും ഈ ഉദ്യോഗസ്ഥ വിഭാഗം അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ട ആളുകൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധകരമായിട്ടുള്ള കാര്യം. ആ വികാരത്തിലാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാരെ ഇന്നിവിടെ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് ഒന്നുമല്ല. അവരെ അവിടുന്ന് ഈ ഒരർത്ഥത്തിലുള്ള ഈ പ്രളയഭൂമിയിൽ നിന്നാണ് ഡിവൈഎഫ്ഐയുടെ വളണ്ടിയർമാർ വരുന്നത്. അവർക്ക് അവരുടെ വികാരം പ്രകടിപ്പിക്കാതെ പോകാൻ വേണ്ടി പറ്റില്ല. ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഈ വിഷയം എടുത്താതെ പോകാൻ വേണ്ടി പറ്റില്ല. ആ നിലയിലാണ് ഇവിടേക്ക് വന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഈ മണ്ഡലത്തിലെ ഏറ്റവും കിഴക്കേ അറ്റമാണ് ജോസി. ഒരു സ്കൂളുണ്ട്, പിന്നെ ഒരു മിനി ടൗണാണ്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കഴിഞ്ഞാൽ തലക്രമ മണ്ഡലമാണ്. ആ സ്ഥലത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാം. 150 വീടുകളുള്ളതാണ്, കൃഷിക്കാരാണ് അവിടെ. വളരെ മനോഹരമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ നിൽക്കുന്നതാണ് ജോസിയിൽ. അവിടെ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വെള്ളവുമില്ല, വെളിച്ചവുമില്ല, ജീവിതമില്ലാത്ത നിലയിൽ നരകതുല്യമായിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരാളും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. നമ്മുടെയൊക്കെ പ്രവർത്തകര് ഒക്കെ അവിടെ പോയിട്ടുണ്ട്. പക്ഷെ ഉത്തരവാദപ്പെട്ടവരാണല്ലോ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവിടേക്കുള്ള റോഡ് ഗതാഗതം സ്തംഭിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. രാജഗിരി ജോസഗിരി റോഡ് അതിലൂടെ വണ്ടി പോകുന്നു. ഇത് പോകണമെങ്കിൽ ഇങ്ങനെ ഭൂമി ചുറ്റിയിട്ട് വേണം ജോസഗിരിയിലെത്താൻ. ഒരു ഉത്തരവാദപ്പെട്ടവരും അവിടെ പോവുകയോ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ശക്തമായിട്ട് പ്രതിഷേധം കൂടി ഇങ്ങനെ ഒരു ഈ ഓഫീസിലേക്ക് വരുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മൾ അത് തന്നെയാണ് ഇപ്പോൾ ഇവരോട് സംസാരിച്ചത്. ഈ നിലയിൽ ഇവിടുന്ന് പിരിഞ്ഞു പോകണമെങ്കിൽ കൃത്യമായിട്ട് ഉറപ്പ് കിട്ടാതെ പിരിഞ്ഞു പോകില്ല എന്ന നിർബന്ധം ഡിവൈഎഫ്ഐയുടെ നേതൃത്വം സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് കലക്ടറുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നത് സന്നദ്ധമാണ്. തഹസിൽദാരാണെങ്കിൽ കളക്ടർ വിളിച്ചിട്ട് പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അയാളെ നമുക്ക് കിട്ടേണ്ടിയിരുന്നത് ഇതിൽ ഏറ്റവും വലിയ വില്ലൻ ഈ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്നുള്ളത് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കളക്ടർ പറഞ്ഞിട്ടുള്ള കാര്യം എന്നെ നിങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാം. ഞാൻ തരുന്ന വാക്ക് ഒരിക്കലും ഞാൻ ഇതിൽ നിന്ന് പുറകോട്ടേക്ക് പോകുന്നു. ഈ രാജേഷിന്റെ ശരീരത്തോട് കാണിച്ചിട്ടുള്ള ഈ നിലയിലുള്ള ഒരു സമീപനം അത് കുറ്റകരമാണ്, ശരിയല്ലാത്തൊരു കാര്യമാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ആ ഗൗരവത്തിൽ തന്നെ ബന്ധപ്പെട്ടവരോട് ഇതിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അവരോട് ആവശ്യമായിട്ട് വിശദീകരണം തരാൻ പറഞ്ഞിട്ടുണ്ട്. ആ വിശദീകരണങ്ങളൊക്കെ കിട്ടി ഞങ്ങളത് ക്രോഡീകരിച്ച് ഗവൺമെന്റ് ശ്രദ്ധയിൽ, മന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നാളെയോടുകൂടി ഇതിന് ഉത്തരവാദികളായിട്ട് നടപടികൾ ഉണ്ടാകും എന്നുള്ള നിലയിൽ കലക്ടർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് കലക്ടർ ഉറപ്പാണ് എന്നുള്ള നിലയിൽ ഈ സമര വളണ്ടിയർമാരോട് ഞങ്ങളിത് പറയാണ്. തീർച്ചയായിട്ടും എന്റെ ഉറപ്പ് തന്നെയാണ്. ഞാൻ അതിനുവേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും. നാളത്തോടുകൂടി നടപടി ഉണ്ടാകും എന്നതിൽ ഇപ്പോൾ കലക്ടർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ഉറപ്പ് നമ്മൾ ആ നിലയിൽ തന്നെ സ്വീകരിക്കുക. കാരണം ഉദ്യോഗസ്ഥന്മാരുടെ യുദ്ധം നടത്താനെന്നുള്ള നമ്മൾ വന്നത് മാന്യമായ രീതിയിലുള്ള ഒരു ഉറപ്പ് എന്ന നിലയ്ക്ക് നമ്മൾ ആ ഉറപ്പിനെ ആ നിലയിൽ തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരാഴ്ചയായിട്ട് ജോസിഗിരിയിലേക്കുള്ള പിന്നെ റോഡില്ല. ആ റോഡ് അടിയന്തരമായിട്ട് മണ്ണും പാറയും എല്ലാം നീക്കി അത് ഗതാഗത യോഗ്യമാക്കുന്നതിനോട് നടപടി ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഈ ദിവസങ്ങളിൽ ഈ മേഖല മുഴുവനും ADMന്റെ നേതൃത്വം കഴിഞ്ഞ 2 ദിവസമായിട്ട് അവിടെ പ്രത്യേകം ചുമതലയെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു സ്പെഷ്യൽ ടീം ഇതിലെ നാശനഷ്ടങ്ങളും കാര്യങ്ങളും അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിർണ്ണയിക്കുന്നതിന് വേണ്ടി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ ഒരു ഡ്രോൺ സർവേ ഇതിന്റെ ഭാഗമായിട്ട് നടത്തും എന്ന് കളക്ടർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നാശനഷ്ടങ്ങൾ ഓരോ വീട് അടിസ്ഥാനപ്പെടുത്തി ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും. അതിനനുസരിച്ചുള്ള നടപടികൾ നീക്കുമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളം കൊടുക്കുന്നതിന് ആ സമയത്ത് തന്നെ വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഓരോ പഞ്ചായത്തിന് കൊടുത്തതാണ്. ആ പഞ്ചായത്തിലൊന്നും നമുക്ക് ആർക്കും വിശ്വാസമില്ല. കാരണം നമ്മൾ ആ മേഖലയിൽ പോയപ്പോൾ ആ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ള നിലപാടെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഒരു ഉത്തരവാദിത്വമില്ലാത്തൊരു പഞ്ചായത്ത് സംവിധാനമാണ് അത് നിൽക്കുന്നത്. പക്ഷേ അത് ഉറപ്പുവരുത്തണമെന്ന് ഇപ്പോൾ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വൈദ്യുതി അവിടെ എത്തിക്കുന്നതിന് വേണ്ടി KSEBയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തു പറഞ്ഞിട്ടുണ്ട്. ഇന്നുകൂടി അവിടെ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം
ശ്രദ്ധയിലെ ഉണ്ട് നമ്മളത് പ്രത്യേകം പെടുത്തിയിട്ടുണ്ട്. ഈ നിലയിൽ ഈ കാര്യങ്ങളൊക്കെ ആ ഗൗരവത്തോടുകൂടി ജാഗ്രതയോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യും എന്ന നിലയ്ക്ക് കലക്ടറെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ മുഖവിലക്കെടുത്തുകയാണ്. അതിനനുസരിച്ച് സമരത്തെ സംബന്ധിച്ചുള്ള തീരുമാനം കൈകൊള്ളുകയുള്ളൂ. ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ സത്യമായിട്ടും സന്തോഷത്തോടെയാണ് സത്യമായിട്ടും പറഞ്ഞിട്ട് നമുക്ക് ബാക്കി അല്പമായി സംസാരിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളിലൂടെ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഈ സമരത്തിലെ തുടർ കാര്യങ്ങൾ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരാണ് വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം നമ്മുടെ നാടിനെ തന്നെ അപമാനം വരുത്തി വെക്കുന്ന സംഭവമായിട്ട് മാധ്യമങ്ങളാണ്. രാജേഷ് മറ്റുള്ളവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വയം ജീവൻ സമർപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം 3-ാം ദിവസം കഴിഞ്ഞ് കണ്ടെത്തുമ്പോൾ ഞങ്ങളെല്ലാം കൂടിയുണ്ട്. ആ മൃതശരീരം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിരിക്കുന്നു. അത് പൊതുജനങ്ങളെ കാണിക്കാൻ പറ്റാത്ത വിധത്തിലാണ് ആ മൃതശരീരത്തിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. അത് ആംബുലൻസ് കയറ്റി പരിയാർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് രാത്രിയോടെ വന്ന് പോകുമ്പോൾ അവിടെ ഇത്രയും ദൂരം ഇത്ര മണിക്കൂറുകൾ തിരുവനന്തപുരത്തേക്ക് പോകാൻ നമുക്കറിയാം. 3 ദിവസത്തിലധികം പഴക്കമുള്ള മൃതശരീരം സാധാരണ ഈ ഫ്രീസറിന്റെ സഹായമില്ലാതെ എത്തിക്കാൻ കഴിയില്ല എന്ന് സാമാന്യമായി ബോധ്യമുള്ള എല്ലാവർക്കും മനസ്സിലാവും. എന്നാൽ ഒരു സാധാരണ ആംബുലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അവിടെ രാജേഷിന്റെ ബന്ധുക്കൾക്ക് നാട്ടുകാരുമായിട്ടുള്ള ആളുകൾ അവിടെ വെച്ച് തഹസിൽദാറോടും അവിടെ ഉണ്ടായിരുന്ന പയ്യന്നൂർ MLA-യോടും ഈ കാര്യങ്ങൾ സംസാരിക്കുകയും പക്ഷേ ആ സംസാരങ്ങൾ കേട്ടിട്ടും അതിലൊരു ഇടപെടൽ നടത്താൻ ഇവരാരും തയ്യാറായില്ല. ഇവിടെ പറഞ്ഞല്ലോ, ആ മൃതശരീരത്തിന്റെ കൂടെ പോയവർ പറഞ്ഞു അതിന് കൂടെ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് പിന്നീട് അത് ഫ്രീസറിലേക്ക് മാറേണ്ടി വന്നു. ഇതെല്ലാം കൊണ്ട് ആ വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ഇത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇവിടെ MLA ചില പ്രസ്താവന നടത്തിയതായി കണ്ടു. ഞാൻ കലക്ടറോട് പറഞ്ഞിരുന്നു, നമ്മുടെ നാട്ടിൽ ഒരു MLA-യുടെ പ്രോട്ടോക്കോൾ എന്താണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു കലക്ടറോട് പറഞ്ഞാൽ സ്വന്തം കൺമുന്നിൽ വെച്ചിട്ടാണ്, MLA-യുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് ഈ ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസ് കയറ്റുന്നത്. ഇവിടെ ഫ്രീസർ കൊണ്ടുവന്നിട്ട് കയറ്റിയാൽ മതി എന്ന് പറയാൻ ഒരു പഞ്ചായത്ത് മെമ്പറുടെ ആദ്യം കഴിയില്ല. MLA ആണ്, ഒരു സാധാരണ പഞ്ചായത്ത് മെമ്പർ പോലെ ആ നിലപാട് സ്വീകരിക്കാൻ ഒരു MLA-യുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് ബന്ധുക്കൾ MLA-യോടും തഹസിൽദാറോടും ഫ്രീസർ ആവശ്യപ്പെട്ടിട്ട് പോലും അത് നൽകാതെ ഞാൻ കലക്ടറോട് പറഞ്ഞിട്ടുണ്ട്. കലക്ടറുടെ ശിപായി പണിയെടുക്കേണ്ട ആളല്ലായിരുമല്ലേ? പ്രോട്ടോകോൾ അനുസരിച്ച് വളരെ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന നിയമനിർമ്മാണ സഭയിൽ അംഗമായിരിക്കുന്ന ഒരാളാണ്. നമ്മുടെ ഈ നാട് എത്ര ജനപ്രതിനിധികളെ കണ്ടിട്ടുണ്ട്. ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇങ്ങനെയാണോ? ഈ നാടിനെ കുറിച്ച് തിരുവനന്തപുരത്തുള്ള രാജേഷും അവിടുത്തെ ജനപ്രതിനിധികളും പറഞ്ഞില്ലേ? ഈ ദുരന്തമുണ്ടായിട്ട് MLA വിളിച്ച് സ്വിച്ച് ഓഫ് ആയിരുന്നു, ഫോൺ എടുക്കാൻ ആളില്ല. എന്നിട്ട് എന്താ MLA ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെയുണ്ടോ? തിരുവനന്തപുരത്ത് രാജേഷിന്റെ ബന്ധുക്കൾ എവിടെ എത്തി? ഈ നാട് മുഴുവൻ ഒഴുകി എവിടെ എത്തി? DYFIക്കാർ മുഴുവൻ വീടുകളിലും ശുചീകരിക്കാൻ എവിടെ എത്തി? പക്ഷെ MLA മാത്രം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു പരിഹാസ്യമായ നിലയിലേക്ക് ഈ നാടിനെ എത്തിച്ചില്ലേ? ഈ നാടിനെയാണ് അപമാനിച്ചത്. ഇതിനെതിരെയാണ് DYFI പ്രതിഷേധം. ഇപ്പോൾ കലക്ടറുമായി സംസാരിച്ചിട്ടുണ്ട്, ഗൗരവം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തര നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നാടിനേറ്റ കളങ്കം, അപമാനം നമുക്ക് മാറ്റാൻ കഴിയണം. ഏറ്റവും സജീവമായി DYFI നടത്തിയ ഇടപെടലുകളാണ് ഇത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ളത്. വളരെ സാഹസികമായി ആ മലമടക്കുകളിൽ പോയി ആ വീട് ശുചീകരിക്കാൻ, അവർ കുടിവെള്ളം എത്തിക്കാൻ എല്ലാം ചെയ്തിട്ട് DYFIക്ക് നിങ്ങൾക്ക് ഈ സമരം നടത്താൻ ധാർമ്മികമായ അവകാശമുള്ള ഒരു സംഘടനയാണ്. സംയോജിതമായി നിങ്ങൾ ആ ചുമതല നിർവഹിച്ചിട്ടുണ്ട്. ഈ ഒത്തുതീർപ്പ് പ്രകാരം ഇവിടെ കളക്ടർ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ സമരം ഇവിടെയല്ല, ജില്ലാ ഭരണകൂടത്തിന്റെ ആസ്ഥാനത്തേക്ക് നമുക്ക് നടത്തേണ്ടി വരും. അതിന് ആവശ്യമായ ജാഗ്രത തുടർന്ന് നിങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഈ സമരത്തിൽ പറയാനുള്ളത്. ഈ സമരം എങ്ങനെ വേണമെന്നതിനെ കുറിച്ച് ഈ സാഹചര്യത്തിൽ DYFI നേതാക്കന്മാർ സ്വീകരിക്കേണ്ടതാണ്. അതിന് അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത് നമുക്ക് പിരിയണമെന്നാണ് എനിക്ക് നിങ്ങൾ അഭ്യർത്ഥിക്കാറുള്ളത്. അപ്പോ ഇതിലിപ്പോ തീരുമാനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് ഒരു കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എത്രത്തോളം വികലമായി എന്നത്. നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുള്ള കാര്യം നമ്മൾ കൺമുമ്പിൽ നമ്മൾ കാണുകയാണ്. ഒരു മനുഷ്യന്റെ ഒരു ശവശരീരത്തോട് പോലും എങ്ങനെയാണ് ഇത് പെരുമാറുന്നത്? ഇവിടെ തന്നെയാണ് ഈ കേരളത്തിൽ കോവിഡിന്റെ കാലത്ത് കഴിഞ്ഞ പ്രളയത്തിലെല്ലാം കാര്യങ്ങളിലേക്ക് വ്യത്യാസമാണുണ്ട്. പക്ഷെ ഒരു ഭരണ നേതൃത്വം മാറുമ്പോൾ എങ്ങനെയാണ് ഇവിടെ കാണുക? ഏതായാലും വലിയ ശക്തമായ പ്രതിഷേധ ചെറുപ്പക്കാർ ഉയർത്തിയപ്പോൾ കലക്ടർ ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് നമുക്ക് പാലിക്കുന്ന ഉറപ്പാക്കുന്നതിനുള്ള ഇടപെടലുണ്ടാകണം. ഇതൊന്നും മാത്രം കാത്തിരിക്കുകയല്ല,
നമ്മൾ വരുന്നത് ഈ ദുരിതബാധിത സ്ഥലത്തു നിന്നാണ്. നമ്മൾ വീണ്ടും അവിടത്തേക്ക് പോയി നമ്മളായ സേവനം ചെയ്യുകയും ഒപ്പം തന്നെ ഇവിടെ ഔദ്യോഗിക സംവിധാനത്തിന്റെ ഉറപ്പ് അത് പാലിക്കപ്പെടുമെന്ന് നമുക്ക് നല്ല നിർബന്ധത്തിൽ പോകാം എന്നതാണ് പറയാൻ. അറിയാം, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇതുപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ ഗവൺമെന്റ് എങ്ങനെയാണ് അതിനെ പ്രതിരോധിച്ചത്, എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിച്ചതെന്നെല്ലാം നമ്മളെല്ലാം മുന്നിൽ ആ നിലയിലേക്ക് വരാത്ത സമയത്താണ് ഈ നിലയിലേക്ക് പ്രതിഷേധവുമായി നമ്മൾ എത്തിയത്. ഇവിടെ ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായ സമരം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ മേഖലയിലെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ ക്രിയാത്മകമായ ഇടപെടൽ അവരുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചടിസ്ഥാനത്തിലാണ് ഈ സമരം താൽക്കാലികമായി നമ്മൾ അവസാനിപ്പിക്കുന്നത്. ആ തീരുമാനം നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാവുന്നുണ്ടായി അതിശക്തമായ സമരത്തിന് വരുന്ന ദിവസങ്ങൾ നമ്മൾ ഓരോ പെൺകുട്ടിയുടെയും സ്വപ്നങ്ങൾക്ക് ഒരു പ്രത്യേക തിളക്കമുണ്ട്. ആ സ്വപ്നങ്ങളെ അതിമനോഹരമായി അണിയിച്ചൊരുക്കാൻ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ട്രെൻഡിംഗ് ഡിസൈനുകളും വിശ്വസ്തതയാർന്ന പാരമ്പര്യവും ഒത്തുചേരുമ്പോൾ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ശുദ്ധമായ സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയശേഖരം. സോന എന്നും നിങ്ങളുടെ തിളക്കത്തിനൊപ്പം.